ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 21 പത്രിക പിൻവലിക്കുവാനുള്ള തീയതി ഓഗസ്റ്റ് 25. സെപ്റ്റംബർ 9 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, അടുത്ത മാസം 9 രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാനുള്ള നിർണായക തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുവാനുള്ള വോട്ടവകാശമുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ഇന്നലെ ഡൽഹിയിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ച നടന്നത് ശിവസേനയുടെ നേതാവായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്കുള്ള പിന്തുണയൊക്കെ അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ, എൻ ഡി എ ആണെങ്കിലും ഇന്ത്യ സഖ്യമാണെങ്കിലും, ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മുന്നണികളെ ഒപ്പം നിർത്തിക്കൊണ്ട് വോട്ടുകൾ പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയിലാണല്ലോ ഈ വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുന്നത്. രാജ്യത്ത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ നേരത്തെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിരുന്നു. ഇന്നിപ്പോൾ വിജ്ഞാപനം പുറത്തിറക്കി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതിന്റെ ഡേറ്റുകൾ പരിശോധിക്കുമ്പോൾ ഈ മാസം 21 ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 22 സൂക്ഷ്മ പരിശോധന നടക്കും. 25 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. സെപ്റ്റംബർ 9 രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ പാർലമെന്റ് മന്ദിരത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടക്കും. അന്ന് വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനമുണ്ടാകും. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ രാജ്യസഭയിലെയും ലോക്സഭയിലെയും പാർലമെന്റിന്റെ ഇരുസഭകളിലെയും മുഴുവൻ അംഗങ്ങളുമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളത്. അതിൽ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ എൻ ഡി എക്ക് വളരെ കൃത്യമായി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള അംഗങ്ങളുടെ എണ്ണമുണ്ട്. സഖ്യകക്ഷികൾ, അത് ശിവസേന ഷിൻഡെ വിഭാഗമാണെങ്കിലും JDU അത്തരത്തിൽ സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ സാധിക്കുന്നു. രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളുടെ എണ്ണം ഒരുമിച്ച് പരിശോധിക്കുമ്പോൾ എൻ ഡി എ മുൻപോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി വളരെ എളുപ്പത്തിൽ തന്നെ, അല്ലെങ്കിൽ യാതൊരു തരത്തിലുമുള്ള വെല്ലുവിളിയില്ലാതെ വിജയിച്ചു കയറാൻ നിലവിൽ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒപ്പം എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകണം എന്ന് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ, പ്രാഥമിക ആലോചനകൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, JP നദ്ദ, NDA സഖ്യകക്ഷിയിലെ മറ്റ് കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെ അത് സംബന്ധിച്ച പ്രാഥമിക കൂടിയാലോചനകൾ നടന്നിരുന്നു. ഉടൻ തന്നെ പേര് NDAയുടെ ഭാഗത്തുനിന്ന് പുറത്തുവിടും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ഇത്തരത്തിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ആരെ നിർത്തുന്നു എന്ന് സംബന്ധിച്ചെല്ലാം ഒരു സർപ്രൈസ് പേരുകൾ എപ്പോഴും NDAയുടെ ഭാഗത്തുനിന്ന് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആരായിരിക്കും NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി എന്ന് നോക്കിക്കാണേണ്ടതാണ്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ സമവായത്തിലൂടെ മുഴുവൻ കക്ഷികളും ചേർന്നുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ പ്രത്യേകിച്ച് തൃണമൂൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ഈ മുന്നണി മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള വലിയ പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9 ഈ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നിപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. നമുക്കറിയാം, ലോക്സഭയിലും അതോടൊപ്പം തന്നെ രാജ്യസഭയിലും ഭൂരിപക്ഷമുള്ള NDAയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാൽ NDA ആരെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നത് എന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ പാർലമെന്റിലെ ലൈബ്രറി ഹാളിൽ ചേർന്ന NDAയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയിരുന്നു. ഇനിയും BJPയുടെ പാർലമെന്ററി ബോർഡ് ചേർന്നുകൊണ്ട് ഇതിനൊരു അന്തിമ രൂപം നൽകും. അതോടുകൂടി NDAയുടെ സ്ഥാനാർത്ഥി ആരാകുമെന്ന് വ്യക്തമാകും. ഒപ്പം ഇന്ത്യ സഖ്യവും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. ജിഷ്ണു കൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.